ശ്രീ ജയപ്രകാശ്, ഇന്ന് നിയമസഭയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള സർക്കാരിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. പിതാവ് ചോദിച്ചപ്പോൾ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിൽ വീഴ്ച പറ്റിയത്, സർക്കാരിന് ഇതിൽ പങ്കുമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ശരിയാ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ തന്നെ പറഞ്ഞ CBI അന്വേഷണം തരാമെന്ന്. ശരിയാ, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പോയി, പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നു. പക്ഷെ അതിനുശേഷം എന്ത് നടന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷേ അദ്ദേഹം ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ഈ 3 ആഴ്ച എന്തുകൊണ്ട് അതിനെ വൈകിപ്പിച്ചു? ഞാൻ അന്ന് മുതലേ ചോദിക്കുന്നത് അതാണ്. ഈ CBIക്ക് അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ട് CBI ഇങ്ങോട്ട് വന്നിട്ട് താങ്കൾ പ്രഖ്യാപിച്ച അന്വേഷണം എനിക്ക് തരൂ എന്ന് പറഞ്ഞ CBI ഒരിക്കലും ഇങ്ങോട്ട് വരില്ലല്ലോ. എനിക്കറിയില്ല, ഒരു സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് CBIയുടെ ഹെഡ് ഓഫീസിൽ നിന്നും അല്ലെ ഡൽഹിയിൽ നിന്ന് അവരുടെ ഓഫീസർ ഇങ്ങോട്ട് വന്നിട്ട് അതായത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് താങ്കൾ പ്രഖ്യാപിച്ചല്ലോ ഇന്നലെ അല്ലെങ്കിൽ ഇന്നൊരു CBI അന്വേഷണം, അതിന്റെ രേഖ കഴിഞ്ഞ് തരൂ, നമ്മൾ അന്വേഷിക്കട്ടെ എന്ന് അവരിങ്ങോട്ട് വരില്ല. എനിക്കറിയാമെന്നുള്ളതാ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇവർക്ക് കിട്ടിയ അന്വേഷിച്ച റിപ്പോർട്ടും അതിന്റെ ബാക്കി കാര്യങ്ങളും അതിന്റെ എല്ലാ രേഖകളും അയക്കേണ്ട രീതിയിൽ, അയക്കേണ്ട സ്ഥലത്ത്, അയക്കേണ്ട സമയത്ത് അയക്കണം. അതാണ് CBIയുടെ പ്രൊസീജിയർ, അല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊസീജിയർ. ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം, എനിക്ക് കൂടുതൽ നിയമം അറിയില്ല, എന്നാലും പറയുക. പക്ഷേ അത് എത്ര ദിവസം വൈകി എല്ലാവർക്കും അറിയാമല്ലോ. വൈകിയെന്ന് ഞാൻ പറയുന്നില്ല, എത്ര ദിവസം വൈകിപ്പിച്ചത് എവിടുന്നാ? ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിനാണല്ലോ വൈകിപ്പിച്ചത്. അതുകൊണ്ട് ഏറ്റവും അവസാനം ആരെങ്കിലും ബലിയാടാക്കണമല്ലോ. ഇവർക്ക് വൈകിപ്പിച്ചതിന് 3 പേരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങളാണ് വൈകിപ്പിച്ചത്, സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ സസ്പെൻഡ് ചെയ്തു. നമ്മൾ നല്ലവണ്ണം കണ്ടോളാം അതിന്റെ അജണ്ട. അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്തെന്നാല് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തത് പ്രൊമോഷനോട് കൂടിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞു ഇത് നോക്കിക്കോ, ഇത് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കുന്നത് അവർക്കൊരു പ്രൊമോഷനോട് കൂടി ആയിരിക്കും. ഞാൻ ആ സസ്പെൻഷൻ സമയത്ത് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാല് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരാൾക്കാരെയാണ് അവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉയർന്ന മുകളിലോട്ട് പോകണം. ആരാണ് ഇതിനെ വൈകിപ്പിച്ചത്, എന്തിനാണ് വൈകിപ്പിച്ചത്, ആ മുകളിലോട്ട് പോയിട്ട് ചെക്ക് ചെയ്യണം. അതിനോട് ചിന്തിക്കണം ആരാണ് ഇത് വൈകിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് വൈകിപ്പിച്ചത്. വൈകിപ്പിക്കാൻ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയന്റെ മറുപടി ഇന്ന് നിയമസഭയിൽ വന്നു. അപ്പൊ ഇതിനെതിരെ താങ്കൾ സമരമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് മുമ്പിൽ പോകണോ? അത് ഒരുപാട് കാലം മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നു സമരമായിട്ട് വന്നിട്ടില്ല. അതെ, ഇറങ്ങാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാല് സിദ്ധാർത്ഥന്റെ അമ്മയുടെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോകാനുള്ള താല്പര്യമില്ല. കാര്യം സിദ്ധാർത്ഥന്റെ അമ്മയും സമ്മതിക്കുന്നില്ല. ആരോഗ്യ കാരണമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സിദ്ധാർത്ഥന്റെ അമ്മയുടെ ബോഡി ഭയങ്കര വീക്കാണ്. ഇന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വീഴ്ച പറ്റി, എല്ലാത്തിനും വീഴ്ച പറ്റി എന്നുള്ളത് എല്ലാവരും ഉറപ്പായിട്ടുണ്ട്. ഞാൻ സമരത്തിന് പോയി തന്നെ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾ സമരത്തിന് പോയിട്ട് കാര്യമില്ല, അവന് നീതി കിട്ടില്ല. എനിക്ക് നീതി കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ഇതിന് മുഖ്യമന്ത്രി ഇതിന് സമാധാനം പറയണം. വൈകിപ്പിച്ചതിന്റെ കാര്യവും എന്തിനു വൈകിപ്പിച്ചു, എന്തിനു അവർ പ്രൊമോഷനോട് കൊടുത്തു, ആ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയണം. അതിന് ഞാൻ സമരത്തിൽ തന്നെ പോകും. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസത്തെ സമരമാണ്, അനിശ്ചിതകാലമായിട്ട് അത് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടുന്നവരാ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു അന്വേഷണത്തിന്റെ കാര്യത്തിലല്ല ഞാൻ സമരം ചെയ്യാൻ പോകുന്നത്. അന്വേഷണ രീതിയിൽ നടക്കുന്നുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്, കോടതിയുടെ വിധി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതാണ് ഇത് നടക്കട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് വൈകിപ്പിച്ചത് എന്തിന്, അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടും എന്തിനവരാ ഈ ഒരു അന്വേഷണവും ഇല്ലാതെ പ്രൊമോഷനോട് കൂടി കയറ്റി ഈ കാര്യങ്ങൾ വൈകിപ്പിച്ച കാര്യം ആര് വൈകിപ്പിച്ചു ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. അത് ചിലപ്പോൾ 1 ദിവസമാവോ 2 ദിവസമാവോ, ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കുവോ, അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. നീതി കിട്ടുന്നേരം ഞാൻ അത് ചെയ്യും. കാര്യമെന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ വേറൊരു വഴിയാണ്. അല്ലാതെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ അന്വേഷണത്തിനെ കണ്ടുപിടിക്കണം ആ രീതിയിലല്ല ഞാൻ അവിടെ പോകുന്നത്. അത് വേറെ അന്വേഷണം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധാരണ പാടില്ല. ഇത് വീഴ്ച പറ്റിയവരാ, അവർക്ക് എന്ത് ആക്ഷൻ എടുത്തു. ഇത് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാരണം, ആ ഡീന് അസിസ്റ്റന്റ് വാർഡൻ അവർക്കെതിരെ എന്ത് ആക്ഷന്
ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള മന്ത്രി എന്ത് ആക്ഷൻ എടുത്തു? സസ്പെൻഷനിൽ കാര്യമില്ല. എന്ത് അന്വേഷണം അവിടെ നടത്തി? രണ്ടാമത്തെ ഡീന് ചെയ്തു. രണ്ടാമത്തെ ഡീന് ഒരു മേളം കയറിയിട്ട് അവർ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ കുറച്ച് 10-30 കുട്ടികൾ. ആ ഡീനിനെതിരെ അവർ എന്ത് ആക്ഷൻ എടുത്തു? അതിലാണ് ഒരു VC-ക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. VC രാജിവെച്ച് പോകേണ്ടി വന്നു. കൂട്ടുനിന്ന് റിപ്പോർട്ട് കൊടുത്ത ഡീന് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതിനെതിരെ മൃഗസംരക്ഷണ വകുപ്പ് ഈ ഒരു കേസ്, സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കേസിൽ ഈ മൃഗസംരക്ഷണ വകുപ്പ്, അവന്റെ ആ ഡിപ്പാർട്ട്മെന്റാ എന്റെ മകൻ സിദ്ധാർത്ഥൻ പഠിക്കുന്ന വകുപ്പ് എന്ത് ആക്ഷൻ എടുത്തു അതും എനിക്കറിയണം. ഞാൻ അറിഞ്ഞിട്ട് ഞാൻ സമരത്തിന് പോകും. അല്ലാതെ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിന് വേണ്ടി അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ സമരത്തിന് പോകുന്നുണ്ട്. ഞാൻ അതിനല്ല. അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാര്യമായിട്ട് കോടതി അതിനുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അതവിടെ പോയി എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. ഒരുപാട് നന്ദി സാർ.